ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംബ്രൈൻ്റെ ഒരു 20,000 mAh ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ. അത് ഓൾമോസ്റ്റ് ഒരു 1500 1600 ആ റേഞ്ചിൽ നിങ്ങളൊരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാവുന്നതാണ്. ആംബ്രൈ എന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ളി റെക്കമെൻഡും ചെയ്യില്ല. പറയുമ്പോൾ ഒരു കുറേ സാധനങ്ങളൊക്കെ ഒരു റീബ്രാൻഡ് ചെയ്തിട്ട് ചൈനയിൽ നിന്ന് ഇറക്കിയിട്ട് അവർ റീബ്രാൻഡ് തുറക്കുന്നതാണ്. പക്ഷേ ഈ പവർ ബാങ്ക് ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി നിങ്ങൾ. പക്ഷേ കുറേ എണ്ണം നമ്മുടെ ബോട്ടും ഈ ഫയർ ബോൾട്ടൊക്കെ പോലത്തെ കുറേ സാധനങ്ങളില്ലേ, അവന്മാരെ പോലെ തന്നെയാണ് ഇവർ ആദ്യമൊക്കെ ഫുള്ളി ചൈനയിൽ നിന്ന് ലോക്കൽ സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ വിലയ്ക്ക് ഇവിടെ ഇന്ത്യയിൽ വിൽക്കും റീബ്രാൻഡ് ചെയ്തിട്ട്. ഇപ്പോൾ ആക്ച്വലി ആംബ്രൈൻ്റെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇവർ പ്രത്യേകിച്ച് പവർ ബാങ്കുകൾ കുറേ എണ്ണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കാറ്റഗറിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ റെക്കമെൻഡൊന്നുമല്ല, വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സാധനം വാങ്ങിച്ചാൽ മതി പറയുമ്പോൾ. പക്ഷേ ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ പോയാൽ മതി. നമ്മുടെ ഈ ബോട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ലോക്കൽ പറയുന്നുണ്ട്. അതിനെക്കാട്ടൊക്കെ എന്തുകൊണ്ടും, അതായത് ബഡ്ജറ്റ് കാറ്റഗറിയിൽ എന്തുകൊണ്ടും ഭേദം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആംബ്രൈൻ്റെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൈലോ N20 എന്ന് പറഞ്ഞൊരു മോഡലാണ്. 20,000 mAh ഒരു പവർ ബാങ്കിൻ്റെ ബോക്സ് നിങ്ങളിപ്പോൾ ഈ കണ്ടു. ഇത്രയുള്ള സാധനം ഞാൻ സാധനം കാണിച്ചു തരാം. ഞാനിപ്പോൾ സാധനം ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 കളറിൽ അവൈലബിൾ ആണ്. കണ്ടു, ഇതാണ് അത്യാവശ്യം ബൾക്കിയാണ്, അത്യാവശ്യം വെയിറ്റും സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ 20,000 mAh ബ്രാൻഡിങ് ഉള്ള കാണാം. നല്ല ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. ആംബ്രൈൻ്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ആക്ച്വലി നോർമലി ഇങ്ങനത്തെ ലോക്കൽസ് ആണല്ലോ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെയാണ്. ഇത് സാംസങ്ങിൻ്റെ പവർ ബാങ്ക്. പിന്നെ സ്പീഗറിൻ്റെ പവർ ബാങ്ക് ഉണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ ചാർജിങ് ഞാൻ വെച്ചൊക്കെയാണ്. പിന്നെ ഇതും ഒരു പ്രൊമേറ്റ് എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ്. നമ്മുടെ നമ്മുടെ UAE ബ്രാൻഡൊക്കെയാണ്. ഇതും നല്ല കിടലൻ സാധനമാണ് ഐഫോൺസിനൊക്കെ. ഞാൻ ഇപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്നില്ല, എന്നാലും ഐഫോൺസിനും ആപ്പിൾ വാച്ചിനൊക്കെ ഞാൻ പണ്ട് ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ ഐഫോൺ ഒഴിവാക്കിയല്ലോ, ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാറ്. അപ്പോൾ ആംബ്രൈൻ്റെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ആംബ്രൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വാങ്ങിച്ചാണ് കേട്ടോ, അല്ലാണ്ട് പ്രൊമോഷൻ സംഭവമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, എന്താ പറയുക, ഇതിൻ്റെ Type-C to Type-C കേബിൾ ഉണ്ടല്ലോ, അത് ഈ സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ വള്ളിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കണ്ടോ ഇതെന്തായാലും നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ഓൾറെഡി ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു Type-A പോർട്ടും ഒരു Type-C പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇതാണ് ബട്ടൺ, ചാർജിങ്ങിൻ്റെ ബട്ടണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫുള്ള് ലൈറ്റ് കത്തുന്നുണ്ട്. ഞാൻ ചാർജ് കുത്തിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ആക്ച്വലി PD ചാർജിങ് 20 വാട്ടൊക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ സാംസങ്ങിൽ തന്നെ ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ സാംസങ്ങിൽ കുത്തട്ടെ. എന്താ ചാർജിങ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതെന്താ ഇത് കാണിക്കണേ, നോർമൽ ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ കേട്ടോ. ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ ഇതിന് ഉപയോഗിക്കുന്നത് 45 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ചാർജർ. അതിലാകുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് 2.0 ആണ് വരിക. അതായത് 45 വാട്ട്. ഇത് നമുക്ക് നോക്കുമ്പോൾ എനിക്ക് 25 വാട്ട് 20 വാട്ടൊക്കെ ചാർജ് ചെയ്യുന്നുണ്ടാവുന്നുള്ളൂ കേട്ടോ, സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ഞാൻ ഗൂഗിൾ പിക്സലും ഒന്ന് നോക്കി നോക്കാൻ വേണമെങ്കിൽ, ഗൂഗിൾ പിക്സൽ 9 ആണത്. അപ്പോൾ അതിൽ ഞാൻ എന്താ എഴുതി കാണിക്കുന്നത് നോക്കി നോക്കട്ടെ. ഈ സാധനം പിടിച്ച് പണിയാൻ കുറച്ച് പണിയാട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല. അപ്പോൾ ഞാൻ എൻ്റെ പിക്സൽ 9 Android 16 ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ലുക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുത്തി ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഉണ്ടോ? കുഴപ്പമില്ല. ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വിവോൻ്റെ ഫോണൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയേക്കാം. വിവോൻ്റെയും ഷോമിയും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നോക്കാം. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ നോക്കിയേക്കാം. ഇതെൻ്റെ 200 Pro ആണ്. അപ്പോൾ ഇത് ഞാൻ കുത്തി നോക്കുമ്പോൾ നമുക്ക് എന്താ എഴുതാനാണ് നോക്കി നോക്കാം. ഇത് വെറും ഫാസ്റ്റ് ചാർജിങ്ങിന് വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ മുകളിൽ നിങ്ങൾക്ക് ഒരു എംബ്ലം വരുന്നത് കാണുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജ് ആകുമ്പോൾ മാത്രമേ എംബ്ലം വരുള്ളൂ. അപ്പോൾ അത് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഷോമി സപ്പോർട്ട് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ എന്താ വെച്ചാൽ മിക്കപ്പോൾ എല്ലാ ഫോണുകൾക്കും അവർ PD ചാർജിങ് എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇതിൽ കിക്ക് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും നമുക്ക് PD ചാർജിങ് 20 വാട്ടിൻ്റെ ചാർജ് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ 20,000 രൂപയുടെ 20,000 mAh ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാവുന്നതാണ്. ആമസോണിൽ വാങ്ങിച്ചാണ്. ഞാൻ എന്തായാലും ബസ് ബൈലിങ് താഴെ കൊടുക്കാം. പാക്കേജിങ് ഒക്കെ നോർമലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്ന ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനൊരു കാർഡ് ഉണ്ടായിരുന്നു. എന്ത് സംഭവം, അത് നമുക്ക് റേറ്റിംഗ് ചെയ്യാനുള്ളൊരു കാർഡാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആംബ്രൈൻ്റെ
20,000 mAh ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പവർ ബാങ്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസാണ് ക്വാളിഫൈ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. അടുത്ത കാണാം. മൈൻഡ് ചെയ്യാം.